വൈ മാജിക് തുടരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈ ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ റിപ്പോർട്ടഡ് ക്ലോസസ്. റിപ്പോർട്ടഡ് ക്ലോസുകളിൽ വൈ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ് റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നത്? നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയാം. എങ്കിലും ഒരു നടന്ന സംഭവം ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ലളിതമായ രീതിയിൽ അതിന് ഞാൻ അർത്ഥം പറയുകയാണ്. നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു അധ്യായമായതുകൊണ്ട് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നു. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. അതിൻ്റെ ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഹി വണ്ടേർഡ് വൈ ഷീ ഹാഡ് കം. എന്തുകൊണ്ടാണ് അവൾ വന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരു റിപ്പോർട്ടഡ് ക്ലോസ് ആണ്. മുമ്പ് നടന്നൊരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ വൈ ഉപയോഗിച്ചു. യു നെവർ റിയലി ടോൾഡ് മീ വൈ യു ഡോണ്ട് ലൈക്ക് ഹിം. നീ എന്തുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ മുമ്പ് നടന്ന ഒരു വിഷയത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉപയോഗിക്കാൻ നമ്മൾ വൈ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാനാണ് നമ്മളിവിടെ ഈ ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കുന്നു. സാധാരണ നമുക്കവിടെ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥം മനസ്സിലാക്കാമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈ സംടൈംസ് യൂസ്ഡ് ഇൻ റിലേറ്റീവ് ക്ലോസസ് വിത്ത് ദ വേർഡ് റീസൺ. റീസൺ എന്നുള്ള വേർഡിനോട് കൂടെ റിലേറ്റീവ് ക്ലോസിൽ വൈ ഉപയോഗിക്കാറുണ്ട്. എന്താണ് റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അത് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം. അതിൻ്റെ ഉദാഹരണം നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി അവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വൺ റീസൺ വൈ ദേ ആർ സച്ച് എ സക്സസ്ഫുൾ ടീം. ദാറ്റ് ഈസ് വൺ റീസൺ, അതാണ് ഒരു കാരണം വൈ ദേ ആർ സച്ച് എ സക്സസ്ഫുൾ ടീം. അവർ ഒരു വിജയകരമായ ടീമാവാനുള്ള കാരണം ഒന്ന് അതാണ്. ഇവിടെ വൈ എന്നത് എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തെ ഉദ്ദേശിച്ചല്ല അവിടെ വന്നത്. അത് ഒരു റിലേറ്റീവ് ക്ലോസിലായിട്ടാണ് അത് ഉപയോഗിച്ചത്. ഇത്ര മനസ്സിലാക്കിയെടുക്കുക. വൈ എന്ന് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം എല്ലായിടത്തും ഒരേ അർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഇത്രയും സന്ദർഭങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുമ്പോൾ അവിടെ കാണുകയാണെങ്കിൽ ആ അർത്ഥത്തിൻ്റെ ഉദ്ദേശത്തോടെ അല്ല നിങ്ങൾ അതിനെ വായിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇൻസ്റ്റെഡ് ഓഫ് ഫോർ വിച്ച് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് എന്നുള്ള അർത്ഥത്തിൽ വൈ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് എന്നുള്ള ഒരു അർത്ഥ ഉദ്ദേശങ്ങളിൽ വൈ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. ദ റീസൺ വൈ ഷീ റെഫ്യൂസ്ഡ് ടു ഗോ. ദ റീസൺ വൈ ആ കാരണം കൊണ്ട് ഷീ റെഫ്യൂസ്ഡ് ടു ഗോ അവൾ പോവാൻ നിരസിച്ചു. ഇവിടെ ദ റീസൺ ആ കാരണം, വിച്ച് ഷീ ആ കാരണം കൊണ്ട് ഷീ റെഫ്യൂസ്ഡ് ടു ഗോ. ഒരു വിച്ചിൻ്റെ സ്ഥാനത്താണ് അവിടെ വൈ വന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും വൈ കാണുമ്പോൾ ഒരർത്ഥമല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉപയോഗമാണ് ഇൻസ്റ്റെഡ് ഓഫ് ദ റീസൺ ഫോർ വിച്ച്. അതുകൊണ്ട്, ആ കാരണം കൊണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് എൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ദാറ്റ്സ് വൈ ഹി റിട്ടേൺ. അതുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. ഇവിടെ ദാറ്റ്സ് വൈ നമ്മൾ എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതിൻ്റെ ഉദ്ദേശം ദ റീസൺ ഫോർ വിച്ച് എന്നുള്ള ഒരു അർത്ഥത്തിനാണ് അവിടെ വൈനെ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ കൺസേണിങ് ദ കോസ് ഓർ റീസൺ ഫോർ വിച്ച് സംതിങ് ഈസ് ഡൺ ഓർ അച്ചീവ്. എന്തെങ്കിലും ചെയ്യുകയോ കംപ്ലീറ്റ് ആക്കുകയോ അല്ലെങ്കിൽ നേടിയെടുക്കുകയോ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ ചൈൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ് വൈസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എ ചൈൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഒരു കുട്ടിയുടെ മനസ്സിലാക്കൽ. അപ്പോൾ ഒരു കുട്ടി എന്തോ ചെയ്തു, വിജയകരമായി ഒരു കാര്യം ചെയ്തു.
എ ചൈൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കുട്ടിയുടെ മനസ്സിലാക്കൽ വൈസ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ആ സംഭവം വിജയിച്ചത് അല്ലെങ്കിൽ പരാജയപ്പെട്ടത് എന്ന് ആ കുട്ടി മനസ്സിലാക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് കാരണങ്ങൾ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടി ചെയ്ത ഒരു കാര്യം വിജയിച്ചതോ പരാജയപ്പെട്ടോ എന്താവട്ടെ, അത് കംപ്ലീറ്റ് ആയ ആ വിഷയത്തിൽ ഈ കുട്ടി മനസ്സിലാക്കി എന്തെല്ലാം കാരണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രൊജക്റ്റ് പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വിജയിക്കുമ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അത് വിജയിച്ചത് അല്ലെങ്കിൽ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അവിടെ വൈസ് നമ്മൾ ഉപയോഗിക്കാം. കാരണം അതിൻ്റെ കാരണങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളവിടെ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമല്ല നമ്മളവിടെ ഉദ്ദേശിക്കേണ്ടത്, അവിടെ കാരണങ്ങൾ എന്നുള്ള ഒരർത്ഥമാണ് അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ശേഷം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ. ഇനി മറ്റൊരു സന്ദർഭങ്ങളിൽ വൈ ഉപയോഗിക്കാറുണ്ട്. യൂസ് ആൻ എക്സ്പ്രഷൻ ഓഫ് സർപ്രൈസ്, ഹെസിറ്റേഷൻ എക്സെട്ര. ഒരു അത്ഭുതം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നിരാശ പ്രകടിപ്പിക്കാനോ, ഹെസിറ്റേറ്റ് എന്ന വെറുപ്പ്, നിരാശ പ്രകടിപ്പിക്കാനോ എന്നുള്ള അർത്ഥങ്ങളിൽ ചിലപ്പോൾ വൈ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. വൈ ഇസ് ആൾ ഗോൺ, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എന്നുള്ളൊരു അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു അവസരമാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഒരു അത്ഭുതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വൈ കൊണ്ടുവന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വൈ മാജിക്കിൻ്റെ അടുത്ത വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സീ ബൈ.